ഇന്ത്യ സഖ്യത്തിലെ മധുവിധു അവസാനിക്കുകയാണ്. ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ആ മുന്നണിക്കകത്ത് ഏറെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതാവായിരുന്ന ചമ്പായ് സോറൻ, ഷിബു സോറൻ EDയുടെ കേസിൽ ഷിബു സോറനല്ല, ഷിബു സോറൻ്റെ മകൻ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ജയിലിലാകുകയും ചെയ്ത സമയത്ത് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ചമ്പായ് സോറൻ ചുമതലയേറ്റെടുക്കുന്നത്. ചമ്പായ് സോറനെ കൊണ്ടുവരാൻ ആയിരുന്നില്ല താല്പര്യം. യഥാർത്ഥത്തിൽ ഹേമന്ത് സോറൻ ശ്രമിച്ചത് സ്വന്തം ഭാര്യ കൽപ്പന സോറനെ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അന്ന് ഇന്ത്യ സഖ്യം നടത്തിയിട്ടുള്ള വിവിധ റാലികളിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയെ JMMനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തതും കൽപ്പന സോറനായിരുന്നു. അദ്ദേഹം ജയിലിലായപ്പോൾ കുടുംബവാഴ്ചയുടെ ഭാഗമായിട്ടാണ് നിന്നത്. പക്ഷേ കുടുംബത്തിൽ തന്നെ ഹേമന്ത് സോറന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് അനന്തരവന്മാരുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ പ്രതിഷേധം ഉയർന്ന സമയത്താണ് കൽപ്പന സോറനെ കൊണ്ടുവന്നാൽ അപകടം ചെയ്യും, പാർട്ടി ഭിന്നിച്ചു പോകും എന്ന പിളർപ്പിലേക്ക് നീങ്ങുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഹേമന്ത് സോറൻ കൽപ്പന സോറിന് പകരം ചമ്പായ് സോറിനെ മുഖ്യമന്ത്രിയാക്കിയത്. എന്നാൽ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ ഹേമന്ത് സോറിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വേണം. നമ്മളെ ജയലളിത പണ്ട് പന്നീർസെൽവത്തെ ആക്കിയിട്ട് രണ്ടാമത്തെ തിരിച്ചു വന്നപ്പം ആ സ്ഥാനം തിരിച്ചു പിടിച്ചതുപോലെ തന്നെ തിരിച്ചു വന്നു. ജാമ്യം കിട്ടി വന്നപ്പോൾ ഇയാൾ തന്നെ മുഖ്യമന്ത്രിയായി. എന്നായിരുന്നാലും ചമ്പായ് സോറൻ കടുത്ത തീരുമാനത്തിലേക്ക് എത്തി. അദ്ദേഹം ജാർഖണ്ഡ് മുക്തി മോർച്ചയോടുള്ള എല്ലാ ബന്ധങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല BJPയിലേക്ക് ചേരുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 2019 ഡിസംബറിലാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 2024 ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ജനകീയ മുഖമായി നിൽക്കുന്ന ഒരാളാണ് ചമ്പായ് സോറൻ. അദ്ദേഹം ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആദിവാസികളുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ 1991 അദ്ദേഹം ബീഹാറിലെ നിയമസഭാംഗമായിട്ട് വിജയിച്ചതാണ്. തുടർച്ചയായിട്ട് 7 തവണ അദ്ദേഹം നിയമസഭയിലെത്തിയിട്ടുണ്ട്. പലതവണ മന്ത്രിയായിട്ടുണ്ട്, ഒക്കെയുണ്ട് ചമ്പായ് സോറൻ. മാത്രമല്ല ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ മുൻനിര നായകനായിരുന്നതിനാൽ അദ്ദേഹത്തെ ജാർഖണ്ഡിലെ കടുവ എന്നാണ് അദ്ദേഹത്തെ ആളുകൾ സ്നേഹപൂർവ്വം വിശേഷിപ്പിക്കുന്നത്. അപ്പം ബംഗാൾ ടൈഗർ എന്ന് സൗരവ് ഗാംഗുലിയെ വിശേഷിപ്പിച്ചിരുന്നത് പോലെ ജാർഖണ്ഡ് ടൈഗർ ആയിട്ടാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അത്ര കണ്ട് ജനകീയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം പോകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം BJPയിലേക്ക് ചേർന്നാൽ അവിടെ ഒരു അട്ടിമറിയിലേക്ക് BJPക്ക് എത്താൻ കഴിയുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം ഇന്ത്യ സഖ്യത്തിലുള്ള ആളുകളുടെ എല്ലാം ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കണം നിങ്ങൾ. ഇപ്പം ഈ ഷിബു സോറൻ, അതായത് ഹേമന്ത് സോറന്റെ പിതാവ് ഷിബു സോറൻ, അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചത് കുറച്ചു കാലം. അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശശിനാഥ് ഝായെ, പ്രൈവറ്റ് സെക്രട്ടറിയെ കൊന്നു കളഞ്ഞതിൽ ഇദ്ദേഹം പ്രതിയാണ് എന്ന ആ കേസിൽ അത് CBI ആണ് അന്വേഷിച്ചത്. അന്ന് മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള CBI അന്വേഷിച്ചിട്ട് ഇദ്ദേഹം കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തുകയും ഇദ്ദേഹം പ്രതിയാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ സെഷൻസ് കോടതി അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് വിധിക്കുകയും ചെയ്തു. 1994 ഈ ശശിനാഥ് ഝാ കൊല ചെയ്യപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പല രഹസ്യങ്ങളും അറിയുന്ന ഒരാൾ എന്ന രീതിയിൽ എപ്പോഴെങ്കിലും ടേംസ് തെറ്റി അദ്ദേഹം അത് പുറത്ത് വിളിച്ചു പറഞ്ഞാലോ എന്ന് ഭയന്നിട്ടാണ് അദ്ദേഹത്തെ കൊല്ലിച്ചത്. അങ്ങനെ ആ കൊന്ന കേസ് 12 വർഷങ്ങൾക്ക് ശേഷം 2006 അത് തെളിയിക്കപ്പെടുകയും അങ്ങനെ സെഷൻസ് കോടതി ഇദ്ദേഹത്തിന് എതിരെ ശിക്ഷ വിധിക്കുകയും ചെയ്തത്. എന്നാൽ ഇദ്ദേഹം ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും അദ്ദേഹത്തിന്റെ സ്വാധീനം അധികാരവും ഉപയോഗിച്ചുകൊണ്ട് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയും കേസിൽ അനധികൃതമായ ഇടപെടൽ നടത്തുകയും ചെയ്ത് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് സ്ഥാപിച്ച് പുറത്തു വരാൻ കഴിഞ്ഞു. ഇതാണ് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം. മാത്രമല്ല ഒരുപാട് ആ സമയത്ത് അദ്ദേഹം ഈ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തെ വിധിക്കുമ്പോൾ അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ കൽക്കരി വകുപ്പിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു വകുപ്പാണ് കൽക്കരി വകുപ്പ്. പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ മൈനിങ് ടീമുകളുടെ അടുത്തു നിന്നൊക്കെ അനധികൃതമായി പൈസ മേടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികളുള്ളതാണ്. കൈക്കൂലി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വകുപ്പാണ് കൽക്കരി വകുപ്പ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ഖനനം നടക്കുന്നത് കൽക്കരി മേഖലയിലാണ്. അപ്പോൾ നമുക്കറിയാലോ കൽക്കരി ഖനികളൊക്കെ ഓരോരുത്തർ കൊണ്ടുപോകുന്നു. ഒക്കെ ഇപ്പം നമ്മൾ റെഡ്ഡി ബ്രദേഴ്സ് കർണാടകയിൽ അവരുടെ കർണാടകയോടും ആന്ധ്രയുടെ ചില സമീപ പ്രദേശങ്ങളിലും ഒക്കെയുള്ള അവരുടെ ഈ സ്വർണ്ണ ഖനികൾ പോലെ തന്നെ അത് അപൂർവമായിട്ട് അവിടെ ഇവിടെയുള്ളൂ. പക്ഷേ കൽക്കരി ഖനനം എന്ന് പറയുന്നത് വലിയ തട്ടിപ്പ് കിടക്കുന്ന വലിയ മാഫിയകൾ വിഹരിക്കുന്ന ഒരു കേന്ദ്രമാണ്. ആ വകുപ്പ് തന്നെ അദ്ദേഹം ചോദിച്ചു വാങ്ങി. പക്ഷേ മൻമോഹൻ സിംഗ് അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടിരുന്നു. അദ്ദേഹം ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഒരു ജാർഖണ്ഡ് ദേശീയത ഉയർത്തിക്കൊണ്ടുവന്നിട്ടാണ് ഇവരങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത്. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചതിൽ അതിനെ രാഷ്ട്രീയമായി ചന്ദ്രശേഖർ റാവു TRS പിന്നീട് BRS എന്നായി മാറി.
അവർ ഉപയോഗിച്ചതുപോലെ തന്നെയുള്ള തന്ത്രമാണ് ഇദ്ദേഹവും പയറ്റിയത്. ചന്ദ്രശേഖർ റാവുവും മകളെയും മകനെയും ഒക്കെ ഓരോ സ്ഥാനത്ത് കൊണ്ടുപോകുന്നത് പോലെയുള്ള തന്ത്രം തന്നെ കുടുംബവാഴ്ചയിലേക്ക് ഇദ്ദേഹവും നീങ്ങി. ഷിബു സോറൻ പിന്നെ ജയിലിലൊക്കെ ആയിക്കഴിഞ്ഞ് ആ സമയത്ത് പിന്നീട് ഹേമന്ത് സോറൻ പിന്നീട് മുഖ്യമന്ത്രിയാവുന്നു. ഹേമന്ത് സോറൻ ഭാര്യ കൽപ്പന സോറനെ കൊണ്ടുവരാൻ നോക്കുന്നു. ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ മുഴുവൻ കൂട്ടു കച്ചവടം, കുടുംബ കച്ചവടവും കുടുംബവാഴ്ചയും ഒക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ ഇവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങളാണ്. ബംഗാളിലുണ്ട് പ്രശ്നം, ഇതിലേക്ക് ഞാൻ വരാം. ഈ ഹേമന്ത് സോറൻ ഭൂമി കുംഭകോണ കേസിലാണ് അകത്തു പോയത്. കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ. ഇനി മറ്റൊന്ന്, ഇപ്പൊ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരാ? ലാലു പ്രസാദ് യാദവിന്റെയാണ് രാഷ്ട്രീയ ജനതാദൾ, RJD. അയാളുടെ മകൻ തേജസ്വി യാദവ് മറ്റേ പിന്നെ മകനെയും കൊണ്ടുവന്നിരുന്നു. തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായിരുന്നു കുറച്ചു കാലം. ഭാര്യ റാബ്രി ദേവി, ഇയാള് കന്നുകാലികൾക്ക് കൊടുക്കുന്ന കാലിത്തീറ്റയിൽ വരെ കക്കാമെന്ന് കണ്ടുപിടിച്ച അത്ര വലിയ, നമ്മൾ കുംഭകോണങ്ങളുടെ കഥകൾ കേട്ടിരുന്ന ഒരു കാലമുണ്ട് നമുക്ക്. കഴിഞ്ഞ 2014 തൊട്ടാണ് നമ്മൾ ഈ കുംഭകോണം എന്നൊരു വാക്ക് കേൾക്കാത്തത്. മറ്റേത് എന്നും എന്തൊക്കെ കുംഭകോണമായിരുന്നു. ടെലികോം കുംഭകോണം, 2G സ്പെക്ട്രം അഴിമതി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കുംഭകോണങ്ങൾ കേട്ടിട്ടുണ്ട്. കാലിത്തീറ്റ കുംഭകോണം, ആ കാലിത്തീറ്റ കുംഭകോണത്തിൽ 900 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയത്. കന്നുകാലികൾ കൊടുക്കുന്ന സാധനത്തിൽ വരെ കൈയിട്ട് വാരാനും നക്കാനും നിന്നിട്ടുള്ളൊരു പിന്നെ ഒരു പൈസയോട് ആർത്തിയുള്ള ഒരാൾ. അയാൾ ജയിലിൽ പോയപ്പോൾ അയാളെ ഭാര്യ റാബ്രി ദേവി, അതിനാകെ അറിയാവുന്നത് സാമ്പാറും അവിയലും വെക്കാൻ അറിയാം. ഇതേ അറിയുള്ളൂ. പൂരി ഉണ്ടാക്കാൻ അറിയാം. ഇതറിയുന്ന റാബ്രി ദേവിയെ പിടിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിയാക്കി. അത് കഴിഞ്ഞപ്പോൾ മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ മക്കളെ കൊണ്ടുവന്നു. മിസാ ഭാരതി, അങ്ങനെ ഓരോരുത്തരും MP ആക്കുന്നു, MLA ആക്കുന്നു, മന്ത്രിയാക്കുന്നു. ഇത് തന്നെ പരിപാടി. തനി അധികാരത്തിന്റെ തണലിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ ബീഹാറിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള ആളാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹത്തിന്റെ വലങ്കൈയായിരുന്നു പപ്പു യാദവ്, ജയിലിൽ കിടന്ന് മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടില്ല. അങ്ങനെ ഗുണ്ടാരാജിന്റെ ക്രിമിനൽ പിന്നെ സംഘങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, മാഫിയ ബന്ധത്തിന്റെ പേരിൽ കുപ്രസിദ്ധനായ ലാലു പ്രസാദ് യാദവും ലാലു പ്രസാദ് യാദവിന്റെ മക്കളും ഒക്കെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരായിട്ട് നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തില്. ഇനി അടുത്ത് നോക്കിയാലോ, ഇപ്പം ഇവിടെ മഹാരാഷ്ട്രയിൽ ആലോചിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ബാൽ താക്കറെ അന്തരിച്ചു പോയ ബാൽ താക്കറെ അവിടുത്തെ ഏറ്റവും വലിയ ഈ മാസപ്പടി വിരിക്കുകയും അതേപോലെ തന്നെ കോഴമേടിക്കുകയും ബോളിവുഡിനെ വരെ ഭീഷണിപ്പെടുത്തി മാസം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സെറ്റിൽപ്പെട്ട് അലമ്പുണ്ടാക്കും. പോസ്റ്റർ പോലും ഒട്ടിക്കാൻ സംഭവിക്കില്ല. അതിനെല്ലാം പൈസ മേടിച്ചുകൊണ്ടിരുന്ന ആളാണ് ബാൽ താക്കറയുടെ ടീം. അതാണ് ഈ ഇവരുടെ ശിവസേന എന്ന് പറയുന്ന പാർട്ടി. മറാത്തി ദേശീയത ഊതിക്കത്തിച്ച് മറ്റു സംസ്ഥാനക്കാർക്കെതിരെ അക്രമത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി. ഉദ്ധവ് താക്കറയുടെ മകൻ ബാൽ താക്കറയുടെ പേരെ കൂട്ടി ആദിത്യ താക്കറെ രാഷ്ട്രീയത്തിൽ അടുത്ത ആളായിട്ട് വരണം. ഇതാണ് അവിടുത്തെ സ്ഥിതി. NCP എന്താ സ്ഥിതി? ശരത് പവാറിന്റെ മരുമകനായിരുന്നു, പിന്നെ സഹോദരപുത്രനായിരുന്നു അജിത് പവാർ. പിന്നെ അതിൽ നിന്ന് വിട്ട് വേറിട്ട് പോയി. ഇപ്പൊ BJPയുടെ കൂടെ മുന്നണിയായിട്ട് നിൽക്കുകയാണ്. വികാസ് അഘാടി സഖ്യത്തിലില്ല. ഇദ്ദേഹത്തിന്റെ മകൾ സുപ്രിയ സുലെയാണ് അടുത്ത പിൻഗാമിയായിട്ട് പ്രഖ്യാപിക്കാതെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പറയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അവര് തുടർച്ചയായിട്ട് MP ആണ് സുപ്രിയ സുലെ. നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യും, അതിലൊന്നും സംശയമൊന്നുമില്ല. ഇനി അത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് എത്തിക്കഴിഞ്ഞാലോ, തമിഴ്നാട്ടിൽ ഇവരെ സഖ്യകക്ഷിയാരാ? സ്റ്റാലിൻ, DMK. കരുണാനിധിയുടെ മകനായിരുന്നു മകനാണ് സ്റ്റാലിൻ. സ്റ്റാലിന്റെ മകനെ ഉദയനിധിയെ ഇപ്പം ഭാവി മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരുണാനിധി ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്റ്റാലിനെ കൊണ്ടുവരുന്നത് ചെന്നൈ നഗരത്തിന്റെ മേയറായിട്ടാണ് രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശം. അങ്ങനെ ഓരോരുത്തരെ കുടുംബവാഴ്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇവര്. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണം അഴിമതി എന്ന് പറയുന്നത് 2G സ്പെക്ട്രം അഴിമതിയാണ്. ആ 2G സ്പെക്ട്രം അഴിമതി ഇവരുടെ മന്ത്രിയായിട്ടുള്ള DMKയുടെ പിന്നെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിസഭയിൽ മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന മൻമോഹൻ സിംഗ് കക്കാനും പോയിട്ടില്ല, AK ആന്റണിയും കക്കൂല. പക്ഷെ ഇവർ രണ്ടുപേരോട് വായും പൊളിച്ച് നോക്കിയിരുന്നല്ലോ. അവരെ ക്യാബിനറ്റിലിരിക്കുന്ന ഇത്രയും വലിയ കോടികളുടെ അഴിമതി നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത ആളുകളായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്തിനാ പിന്നെ ഇവരെ പറ്റുക? അവർ കണ്ടിട്ടില്ല, വ്യക്തിപരമായിട്ട് സമ്മതിക്കുന്നു. പക്ഷെ ഇതിനെ നോക്കൂത്തിളപ്പിനെ നോക്കിയിരിക്കാനാണ് പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ഇവരുടെ ഉത്തരവാദിത്വം. UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിയാണ്. 1,78,000 കോടി രൂപ എത്ര പൂജ ഇടണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത്ര വലിയ അഴിമതി നടത്തി. എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വളർന്നു വന്നത്? സ്റ്റാലിന്റെ അടുത്ത സഹോദരി കരുണാനിധിയുടെ മകൾ കനിമൊഴി നന്നായിട്ട് കവിതയൊക്കെ എഴുതും. പക്ഷെ കനിമൊഴിയുടെ കാമുകനാണ് രാജ. ആ ബന്ധത്തിന്റെ പുറത്താണ് രാജയ്ക്ക് രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് പിന്നെ ഉയർന്ന പദവികൾ കിട്ടിയത്. കരുണാനിധിയുടെ അടുത്ത ബന്ധു മുരശലിമാരൻ കേന്ദ്രമന്ത്രിയായിരുന്നു. മുരശലിമാരന്റെ മകൻ ദയാനിധി മാരനും പിന്നെ മറ്റേ നിധി മാരനും അങ്ങനെ കുറെ മാരന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാം അഴിമതിക്കാരായിരുന്നു. ഇതാണ് അവരുടെ സ്ഥിതി.
ഇനി ബംഗാളിലേക്ക് പോയി കഴിഞ്ഞാലോ, ബംഗാളിൽ ഇപ്പൊ ആകെ പ്രശ്നമായിട്ട് നിൽക്കുക. ബംഗാളിൽ മമത ഏകാധിപതിയെ പോലെയാ. ഇന്ത്യയിലെ ഏറ്റവും ക്രൂരയായ ഒരു ഭരണാധികാരിയാണ്, പിന്നെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മമതാ ബാനർജിയാണ്. ഞാൻ പറയുന്നതല്ല, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അവർക്കെതിരെ പ്രസ്താവന ഇറക്കി. ഇപ്പൊ തന്നെ ഒരു വനിതാ ഡോക്ടർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്തപ്പെട്ട സംഭവത്തിൽ വളരെ ലാഘവത്തോടു കൂടി അതിലെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് മമതാ ബാനർജിയുടെ ഭാഗത്ത്. ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കണം. എന്നിട്ട് പോലും എടുത്തത് ജനങ്ങളും ഡോക്ടർമാരും എല്ലാം ദേശവ്യാപകമായി വലിയ പ്രതിഷേധം നടത്തി. അതിനെതിരെ കഴിഞ്ഞ ദിവസം അവരുടെ TMCയുടെ ഒരു MP കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ്, ഇവര് സമരമാണെന്നും പറഞ്ഞ് ഈ പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള വനിതകളായിട്ടുള്ള ഡോക്ടർമാരൊക്കെ കാമുകന്മാരുടെ കൂടെ കറങ്ങാൻ പോവുകയാണെന്ന്. അവരെ ജനം കൈകാര്യം ചെയ്യുന്ന എന്ത് നിരുത്തരവാദപരമായ അവർക്ക് വന്നൊരു അനുഭവം പോലെയാണ് അവർ കാണുന്നത്. ദില്ലിയിലെ നിർഭയ കേസിന് സമാനമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതിക്രൂരമായി വാരിയെല്ലുകൾ ഒടിഞ്ഞിരിക്കുന്നു, ശ്വാസം മുട്ടിച്ചു കൊന്നു, മാറി മാറി ബലാത്സംഗം ചെയ്തു, രഹസ്യ ഭാഗങ്ങൾ ഗുരുതരമായ പരിക്ക്, ഇതൊക്കെ ഉണ്ടായിട്ട് മനുഷ്യത്തില്ലാതെ സംസാരിക്കുന്ന ആൾക്കാരാണ് ഈ TMCക്കാര്, തൃണമൂൽ കോൺഗ്രസ്. അവരെല്ലാം അടികിട്ടുകയാണ് കോൺഗ്രസിന്. കോൺഗ്രസുമായിട്ട് സീറ്റ് ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആളാണ് മമതാ ബാനർജി. മമതാ ബാനർജിക്കെതിരെ BJP ഉന്നയിക്കുന്ന അതേ ആരോപണമാണ് CPM-ഉം കോൺഗ്രസും എല്ലാം ഉന്നയിക്കുന്നത്. CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രവർത്തകരെ ഓടിച്ചിട്ട് തല്ലുക തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ. അതിനെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും തിരിച്ചടിക്കാനും കുറച്ച് കെൽപ്പുള്ളത് BJP ആയതുകൊണ്ട് CPM-ലും കോൺഗ്രസിലും ഒക്കെ നിന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ BJP-യുടെ ഭാഗമായിട്ട് ചേരുക. കാരണം അവർക്ക് ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണം, പ്രതിരോധിക്കാൻ ആൾ വേണം. അതിന് ഒരല്പം കെൽപ്പുള്ളത് BJP ആയതുകൊണ്ട് BJP-യുടെ കൂടെ നിൽക്കുന്നു. ഇവർ മൂന്ന് കൂട്ടരും ഒരേ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇവരെയൊക്കെ പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കുന്നു. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസും ഏരിയ കമ്മിറ്റി ഓഫീസുകളും ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും രാജ്യ കമ്മിറ്റി ഓഫീസുകളും ഒക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസായി മാറി. ചോദിക്കാനും പറയാനും ആരുമില്ല. ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിനെ കൊണ്ടുകടന്നതും സംരക്ഷിച്ചതും മമതാ ബാനർജിയാണ്. വളർത്തിക്കൊണ്ടതും പാലൂട്ടി വളർത്തിയതാണ്. അവരെ ED അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പം അയാളുടെ ഗുണ്ടകൾ EDയുടെ പിന്നെ സംഘത്തെ ആക്രമിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹൈന്ദവരായ സ്ത്രീകൾ മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങി, ഞങ്ങളുടെ ഭൂമി കയ്യേറ്റം ചെയ്യുന്നു, ഞങ്ങളെ പുരുഷന്മാരെ കൊന്നുകളയുന്നു, മർദ്ദിക്കുന്നു, ഞങ്ങളുടെ മുതലുകൾ കൊള്ളയടിക്കുന്നു, ഞങ്ങളെ ലൈംഗികമായി നിരന്തരമായി പീഡനത്തിന് വിധേയരാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് ചരിത്രം. ഇന്ത്യ സഖ്യത്തിലെ ഒരു ഗുണാന്തര മമതാ ബാനർജി. ഇതാണ് ഇവർ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. മാത്രമല്ല, മമതാ ബാനർജി രാജ്യദ്രോഹ കുറ്റത്തിന് ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ കേസെടുക്കാൻ പറ്റുന്ന വകുപ്പുകളുണ്ടാവും. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ, തീവ്രവാദികളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, അവർക്ക് ഇലക്ഷൻ ID കാർഡ് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ബാക്കിയുള്ള പിന്നെ ഇവിടുത്തെ റെസിഡന്റ് ആണെന്നുള്ള വരുത്താനുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കുക. അതാണ് ഇവരുടെ വോട്ട് ബാങ്ക്. ഏതായിരുന്നാലും ഇന്ത്യ സഖ്യത്തിന്റെ മധുവിധു അവസാനിക്കുകയാണ്. ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവ് കഴിഞ്ഞപ്പോൾ മുലായം സിംഗ് യാദവിന്റെ മകൻ അഭിഷേക് യാദവ് മാത്രമല്ല, അഭിഷേക് യാദവിന്റെ ഭാര്യ പാർലമെന്റ് അംഗം, അഭിഷേക് യാദവ് മുഖ്യമന്ത്രി. അല്ല, അഖിലേഷ് യാദവ്. മമതാ ബാനർജി അതേപോലെ തന്നെ അഭിഷേക് ബാനർജി എന്ന് പറയുന്ന പിന്നെ അവരുടെ സഹോദരപുത്രനെ രാഷ്ട്രീയത്തിൽ തന്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവരൊക്കെ തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയത്. എന്തോ ആ ചെറുക്കൻ രാഷ്ട്രീയം ഒന്നും അറിയത്തില്ല. അതിനെ പിടിച്ചിട്ട് ഇപ്പൊ അവനെയാണ് ഇന്ത്യ സഖ്യത്തിലെ യോഗത്തിലൊക്കെ വിടുന്നത്. പക്ഷെ ഇന്ത്യ സഖ്യത്തിനകത്തും ഇവരൊരു വിമത സ്വരമായിട്ടാണ് നിൽക്കുന്നത്. ഒരു പ്രധാനമന്ത്രി മോഹൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് എന്ത് BJP വിരോധമല്ലേ? വാജ്പേയി മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിട്ട് ക്യാബിനറ്റ് പദവിയിൽ BJP മന്ത്രിസഭയ്ക്കകത്തിരുന്ന ആളാ മമതാ ബാനർജി. BJP-യുടെ കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരിൽ ശിവസേന. ബാബറി മസ്ജിദിന്റെ പിന്നെ പൊളിച്ച് അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളാണ് ബാൽ താക്കറെ. അന്ന് ഉദ്ധവ് താക്കറയ്ക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. ഉദ്ധവ് താക്കറെ അതേ നിലപാടുകാരനായിരുന്നു. പിന്നെ ഇവർ പറഞ്ഞതൊക്കെ ഇങ്ങനെ വിഴുങ്ങണേ. ഇവർക്ക് ആ ഐഡിയോളജി ഒന്നും ലാസ്യപരമായിട്ടുള്ള ഒരു മുന്നണിയേ അല്ല, ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല. താൽക്കാലത്തേക്കുള്ള അഡ്ജസ്റ്റ്മെന്റ്. കാൽച്ചുവട്ടിലെ മണ്ണ് ഒളിച്ചു പോകുന്നു പറയുമ്പോൾ നമ്മളുണ്ടല്ലോ, ഒരു പിന്നെ വെള്ളം ഒഴുകി വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ചേർത്ത് പിടിച്ച് വെക്കിയത് ആ ഒളിച്ചു പോകാതിരിക്കാൻ പരസ്പരം ചേർത്ത് പിടിച്ച് നിൽക്കും. പക്ഷെ ഒരാളുടെ കാലിടറി വീണാൽ ഈ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് പിടിച്ചവരെല്ലാം അതിനകത്ത് പോകും. കാരണം ഒലിച്ചു പോകുന്നവൻ പിടുത്തം വിട്ടില്ല. ഒരു വൈക്കോൽ തുരുമ്പിൽ കിട്ടിയാലും പിടിക്കുന്ന അവസ്ഥയാണ്. പിടുത്തം വിട്ടില്ല. ഒരാൾ വീണാൽ 10 പേര് പരസ്പരം പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് കൂടി വെള്ളത്തിൽ ഒഴുക്ക് കൂടിക്കഴിഞ്ഞാൽ ഒരാളുടെ കാലിടറി വീണാൽ ബാക്കിയുള്ളവരെല്ലാം കൂടി ഒളിച്ചു പോകും ഒരുമിച്ച്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓരോരുത്തരുടെയായി കാലിടറി തുടങ്ങിയിരിക്കുന്നു. ഈ ഗുണ്ടാരാജിന്റെ മാഫിയ രാജിന്റെ വക്താക്കളായിട്ടുള്ള സമാജ്വാദി പാർട്ടിയും
പിന്നെ രാഷ്ട്രീയ ജനതാദളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഈ മുന്നണി, മമതാ ബാനർജിയുടെ ഗുണ്ടായിസം, മാഫിയാത്തരം, തോന്നിവാസം, DMK യുടെ അഴിമതി എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പം ഞാൻ പറയുന്നു JMM-നകത്ത് കുറച്ച് MLA-മാർ ചമ്പായി സോറിന്റെ കൂടെ BJP-യിലേക്ക് പോകും. അവരുടെ കുറെ നേതാക്കന്മാർ പോകും. ആദിവാസി വിഭാഗത്തിൽ അത് വലിയ ഒരു ഓളം സൃഷ്ടിക്കും. ആ ഓളം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ വരാൻ ഏതാനും മാസങ്ങൾക്കൊക്കെ നടക്കാൻ പോകുന്ന ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം എന്ന് പറയുന്നത്, അതിന്റെ ഫലപ്രവചനം എന്ന് പറയുന്നത് അസാധ്യമായി തീരും. കടുത്ത മത്സരത്തിലേക്ക് പോകും. ഒരുപക്ഷെ ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ BJP ആ സംസ്ഥാനവും കൂടി പിടിച്ചെടുത്താലും അത്ഭുതപ്പെടാനില്ല.